മഹത്വവും ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം പിന്നെയും ദൈവവചന പഠനത്തിനായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒത്തുകൂടുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിന് നന്ദിയോടെ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഒരു സെക്കൻഡ് പാസ്റ്റർ, ഇവിടെ ഒന്ന് വേറെ ഭാഷക്കാരുണ്ട് നമ്മുടെ മീറ്റിംഗിൽ. അപ്പം പാസ്റ്റർ മലയാളത്തിൽ പ്രസംഗിക്കുക, നമ്മുടെ ഇവിടുന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ 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 ആയിക്കോട്ടെ. മാർട്ടിൻ ബ്രദർ ഓക്കെ? ഓക്കെ പാസ്റ്റർ, ശരി, ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് മൂന്നാമത്തെ ക്ലാസ് ആണ്. As you know, today is the third day of our Bible class. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ സമാഗമന കൂടാരം എന്ന വിഷയത്തെ ആസ്പദീകരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി പഠിക്കുവാൻ ദൈവം കൃപ നൽകി. Last 2 classes, God gives a provision opportunity to understand the fundamentals of the tabernacle. ഇന്ന് നമ്മൾ അതിനെ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിനും ശുശ്രൂഷാ മണ്ഡലത്തിനും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. And today also I pray to the Lord that today's meeting also will be also beneficial for spiritual growth in our life. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂടാര വേലക്കാരെ കുറിച്ചായിരുന്നു, അവരുടെ യോഗ്യതകളെ കുറിച്ചായിരുന്നു. In last class we studied about the servants of the tabernacle and what's their requirement of those servants. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഈ സമാഗമന കൂടാരം എന്ന ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മരത്തെക്കുറിച്ചും തുടർന്നുള്ള വിഷയങ്ങളെ കുറിച്ചുമാണ്. Today we are going to further study on the materials that were used in the tabernacle. സമാഗമന കൂടാരം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഈ ആലയത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു മരമാണ് ഖദിര മരം, അതായത് അക്കാഷ്യ വുഡ് എന്ന് പറയും. The most commonly used wood for the tabernacle was acacia wood. ഇതിന് ഷിത്തിം വുഡ് എന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്. It also has got another word called shittim wood. പുറപ്പാട് പുസ്തകം 25-ന്റെ 10-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. In Exodus chapter 25 verse 10 it is clearly mentioned there. മറ്റും ഇതര വാക്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. കുറിച്ചെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ വാക്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. There are many other references, but I especially mention it because those who are taking the notes, it will be beneficial for them. പുറപ്പാട് പുസ്തകം 25-ന്റെ 13, 23, 13. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പുറപ്പാട് പുസ്തകം 25-ന്റെ 10, 13, 23, 28. Okay, Exodus chapter 25 verse 25, 10, 13 and 28. Okay. Also chapter 26 verse 15 and 26. Okay, thank you. Okay, thank you. ഇനി ശ്രദ്ധിക്കേണ്ടത് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം തൊട്ട് അതിവിശുദ്ധ സ്ഥലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഖദിരമരം എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം. Right from the court to the most holy place, the commonly used wood is acacia wood. ഈ മരത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് തുടരാം. I would like to introduce a few points about the acacia wood and we'll proceed further. വാസ്തവത്തിൽ ബൈബിളിൽ ഖദിരമരം എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തെ കുറിച്ച് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വ്യക്തമായി വിശാലമായി പറഞ്ഞിരിക്കുന്നത്. Especially this specific wood is very much highlighted entire Bible regarding the tabernacle. സീനായ് മരുഭൂമിയിലും നിർജ്ജലമായ തോടുകളിലും ചൂടേറിയ യോർദാൻ താഴ്വരകളിലുമാണ് ഇത് വാസ്തവത്തിൽ വളരുന്നത്. In desert of Sinai and a valley of Jordan, this is commonly grown. ഇതിന്റെ വളർച്ചയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് 6 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും. 6 മീറ്റർ. So normally the height of this particular tree is around 6 meters. ഇതിന്റെ പുഷ്പം വളരെ മനോഹരവും മഞ്ഞ നിറമുള്ളതുമാണ്.
The flower of this particular tree is yellow color and it's beautiful. ഇതിന്റെ തടിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും വളരെ ഉറപ്പുള്ളതും ഭാരമുള്ളതുമാണ്. The characteristic of this particular wood is strong as well as it is heavy. സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മരമാണ് ഖദിരമരം. So it's very much used in the preparation of a tabernacle. ഈ ഖദിരമരത്തിന്റെ തടിയും കായ്കളും പൂർണ്ണമായിട്ടും മുള്ളുകളാൽ നിറയപ്പെട്ടതാണ്. Especially this particular tree, when it is growing, it has lot of thorns in this particular tree. എന്തിനേറെ ഇതിന്റെ തടിയിലും ഇലത്തണ്ടിലും അതിന്റെ കായിൽ പോലും ഫലത്തിൽ പോലും മുള്ളുകളാണ് നിറഞ്ഞിരിക്കുന്നത്. In even the fruits as well as leaves of this particular acacia tree has got thorns over it. അതുകൊണ്ട് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് മുള്ളുകളാൽ നിറയപ്പെട്ട മരം അല്ലെങ്കിൽ തോണി വുഡ്സ് എന്നാണ്. It's also called as thorny wood. കംപ്ലീറ്റ് മുള്ളാണ്. It's completely covered with thorns. വേനൽക്കാലത്ത് കായ്കൾ പൊട്ടിച്ചിതറി കിടക്കുന്നതിൽ അബദ്ധവശാൽ കാൽ ചവിട്ടി മുറിവേറ്റാൽ സെപ്റ്റിക് ആകുന്നത് വരെ പല സംഭവങ്ങളായി നടന്നിട്ടുണ്ട്. In autumn season, സാധ്യതയുണ്ട്. in autumn season, even if a needle, if the thorn is poked into your flesh, it may lead it to a septic. ഈ വൃക്ഷം വാസ്തവത്തിൽ നമ്മൾ ഈ വൃക്ഷത്തെ കുറിച്ച് ചരിത്രപരമായി പഠിക്കുമ്പോൾ ഇത് മറ്റു വൃക്ഷങ്ങളെ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന ഒരു വൃക്ഷം അല്ല. So as usual with a normal tree, this is not the tree which grows straight. ഇത് മറ്റു വൃക്ഷങ്ങളുമായിട്ട് ചുറ്റി പിണഞ്ഞ് വളർന്നു കിടക്കുന്ന ഒരു വൃക്ഷമാണ്. It is always goes in a twisted way. അതുകൊണ്ട് ഈ വൃക്ഷത്തെ മുറിച്ചിടാൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. And even to cut this particular wood also is difficult. ഇത് ഇരുമ്പ് പോലെ കാഠിന്യവും ഇരുണ്ട് തവിട്ട് നിറമുള്ളതുമാണ്. It is actually it is like a strong as a iron and also it's like a black in color. ഇനി നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ചും ശലോമോന്റെ ദേവാലയത്തെ കുറിച്ചും പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. When we would like to know about the tabernacle and the Solomon's temple. ശലോമോന്റെ ദേവാലയത്തിൽ ഖദിരമരത്തെ കാണുന്നില്ല, മറിച്ച് ഏറ്റവും പ്രശസ്തി ആർജിച്ച ദേവദാരു, ചന്ദനമരം, ഒലിവ് വൃക്ഷം ഇത്യാദി മരങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. In Solomon's temple, we do not see the acacia wood, but we see sandalwood, cedar wood, like that. ഓക്കെ, അപ്പോൾ നമുക്ക് ഖദിരമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒരു മരമല്ല. So when we study about acacia wood, nobody is so much interested to know about it. മോശയുടെ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ ഖദിരമരം മാത്രമല്ല ബാക്കി വിലപ്പെട്ട ഇഷ്ടം പോലെ മരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം സെലക്ട് ചെയ്തത് ആർക്കും ഇഷ്ടമില്ലാത്ത, ആർക്കും വേണ്ടാത്ത മുള്ളുകളാൽ നിറയപ്പെട്ട ഖദിരമരമാണ്. So if you see during the time of Moses in the desert, this was the wood even the Lord has chosen because this was as a rejected wood in the desert. ഈ വൃക്ഷം ഒരു തികഞ്ഞ പാവിയെയാണ് കാണിക്കുന്നത്. This particular wood shows you a complete sinner. കാരണം ഈ വൃക്ഷത്തെ നമുക്ക് പോയി പിടിക്കാൻ പറ്റില്ല, പിടിച്ചാൽ മുള്ള്, അതിൽ കയറാൻ പറ്റത്തില്ല, കയറിയാൽ മുള്ള്, ആകമാനം മുള്ളുകളാൽ നിറയപ്പെട്ട ഈ മരം ആരും ഇഷ്ടപ്പെടുന്നതല്ല. This particular wood, nobody will like to even hold it or touch it or to go near to it. എന്നാൽ ഇങ്ങനെയുള്ള മരത്തെയാണ് സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തത്. And this particular tree, Lord selected and chose it. ഒരു കാലഘട്ടത്ത് വാസ്തവത്തിൽ നമ്മളും ഇതുപോലെ ആർക്കും വേണ്ടാത്ത പാപികളായിരുന്നു. പാപികളായിരുന്ന നമ്മെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞിട്ട് ആർക്കും വേണ്ടായിരുന്ന നമ്മയാണ് നാഥൻ തെരഞ്ഞെടുത്തത്. So if exactly happens in our life also, nobody liked us, and everyone rejected us. In spite, even the world rejected us, but Lord chose us. അപ്പോസ്തലനായ പൗലോസും അത് വ്യക്തമായിട്ട് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. Apostle Paul is also mentioning in his epistles. 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ
ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കൂടെ കയറ്റി പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. Especially in 1 Timothy chapter 1 verse 15, Apostle Paul is mentioning, this is a faithful saying and worthy of all acceptance that Christ Jesus came into the world to save sinners, of whom I am chief. അപ്പോൾ പൗലോസ് കൂടെ വളരെ വ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്, പൗലോസും ഈ പാപികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു എന്ന്. Apostle Paul is also considering that he was also considered as with the sinners. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. This is the speciality of our Lord. കർത്താവ് ലോകത്തിൽ പാപികളെ തേടിയാണ് വന്നത്. Lord came to this world to seek the sinners. അത് യേശു തന്റെ പഠിപ്പിക്കൽ കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And also in the teachings of Jesus we can see that as well. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടെന്നാണ്. Actually we can see that the heaven is rejoicing those not out of one where the 99 is lost. അതുപോലെ തന്നെ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന് 1 തിമോത്തിയോസ് 1:13 പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. And also it's written in 1 Timothy chapter 1 verse 13, Apostle Paul is mentioning here, although I was formerly a blasphemer, a persecutor and an insolent man, but I obtained mercy. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആർക്കും വേണ്ടാതിരുന്ന ആ കതിരമരത്തെ ആലയത്തിന്റെ അകത്ത് കൊണ്ടുവരുവാൻ ദൈവം ഇഷ്ടപ്പെട്ടതുപോലെ ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാതെ ആരാലും സഹായിക്കുവാൻ കഴിയാതിരുന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം രക്ഷിച്ച് തന്റെ സന്നിധിയിൽ കൊണ്ടെത്തിച്ചു. In similarly, if you see how the acacia wood was rejected and not being useful, that took a place in the tabernacle. Similarly, in spite of we being a sinner, rejected by many, God chose us. ഈ കതിരമരം ദേവാലയത്തിൽ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. You can see that the acacia wood everywhere in the tabernacle. സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 3 സ്ഥലങ്ങളാണ്. As you know, the tabernacle has got three separate places for it. ഒന്നാമത്തെ സ്ഥലത്തിന്റെ പേരാണ് പ്രാകാരം അഥവാ കോർട്ട് അല്ലെങ്കിൽ കോർട്ട്യാർഡ് എന്ന് പറയും. The first place is called as courtyard. രണ്ടാമത്തെ സ്ഥലത്തിന്റെ പേര് വിശുദ്ധ സ്ഥലം. And second place is the holy place. മൂന്നാമത്തെ ഇടത്തിന്റെ പേരാണ് അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ പരിശുദ്ധ സ്ഥലം. And the third place is the most holy place. ഇങ്ങനെ 3 സ്ഥലങ്ങളിലുമായിട്ട് നമുക്ക് കതിരമരത്തിന്റെ വസ്തുക്കളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. In all these places you can see the acacia wood is being used. ഒന്നാമത്തെ സ്ഥലം എന്നറിയപ്പെടുന്ന പ്രാകാരത്തിലും ഈ കതിരമരത്തിന്റെ വസ്തുക്കളെ കാണുവാൻ കഴിയുന്നുണ്ട്. At the outer court also you can see the components made out of acacia wood. വാസ്തവത്തിൽ പ്രാകാരത്തിൽ പ്രധാനപ്പെട്ട 2 ഉപകരണങ്ങളാണ് നിലകൊള്ളുന്നത്. And there are 2 important things that are kept on the outer court. അതിൽ ഒന്ന് യാഗപീഠവും രണ്ടാമത്തേത് പിച്ചളത്തൊട്ടിയുമാണ്. One is the altar and another is the bronze vessel. Okay, ഈ 2 സാധനവും പ്രാകാരത്തിലാണ് വെച്ചിരിക്കുന്നത്. And this has been kept on the outer court. രണ്ടാമത്തെ സ്ഥലം എന്നറിയപ്പെടുന്ന വിശുദ്ധ സ്ഥലത്ത് 3 പ്രധാനപ്പെട്ട ഉപകരണങ്ങളുണ്ട്. And you also know in the holy place there are 3 important things. അതിൽ ഒരു സാധനത്തിന്റെ പേരാണ് മേശ, ടേബിൾ ഓഫ് ഷ്യൂ ബ്രെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാഴ്ചയപ്പത്തിന്റെ മേശ. And also the first thing is the table of the showbread. വിശുദ്ധ സ്ഥലത്തുള്ള രണ്ടാമത്തെ വസ്തുവിന്റെ പേരാണ് കവരവിളക്ക് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയും. The second is the candlestick. മൂന്നാമത് അതിനകത്ത് വേറൊരു ഉപകരണമുണ്ട്, അതിന്റെ പേരാണ് സ്വർണ്ണ ധൂപപീഠം അല്ലെങ്കിൽ ഗോൾഡൻ altar of incense എന്ന് പറയും. The third is the altar of incense. അപ്പൊ പ്രാകാരത്തിൽ 2 ഉപകരണത്തിൽ ഒന്ന് മരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞതാണ്. In the outer court you can see it has been made out of wood but covered with bronze.
അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ അവിടെയും 3 ഉപകരണങ്ങളിൽ 2 ഉപകരണം മരം കൊണ്ടുണ്ടാക്കിയിട്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. And in the holy place, the two of things are made out of wood but covered with gold. ഇനി അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന മോസ്റ്റ് ഹോളി പ്ലേസിൽ വരുമ്പോഴും 2 ഉപകരണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു. അതിലൊന്ന് മരം കൊണ്ട് ഉണ്ടാക്കിയതും മറ്റൊന്ന് തനി തങ്കം കൊണ്ട് നിർമ്മിതമായതും. In the most holy place, there are two things. One is made up of gold and one is made up of. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചാലും 3 സ്ഥലത്തും മരത്തിന്റെ സ്വാധീനമുണ്ട്, കതിരമരത്തിന്റെ സ്വാധീനമുണ്ട്. All these three important places of a tabernacle has got an importance of this wood made up of acacia. ദയവായി ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവാൻ ഒരു പ്രത്യേക വസ്തുത എനിക്ക് പറയുവാനുണ്ട്. In this particular situation, I would like to highlight one thing. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും അതിവിശുദ്ധ സ്ഥലത്തിലും നമ്മൾ എവിടെ നോക്കിയാലും ആർക്കും ഒരു കാലഘട്ടത്തിൽ ഇഷ്ടമില്ലാതെ വേണ്ടാതിരുന്ന ആ കതിരമരത്തെ സ്വർഗത്തിലെ ദൈവം കൊണ്ട് ഈ 3 ഇടങ്ങളിലും സ്ഥാപിച്ചിരിക്കുകയാണ്. In important these three places of the tabernacle, you can see a wood which was rejected and nobody liked it. God has placed it in all these important places of the tabernacle. വാസ്തവത്തിൽ ഇതാണ് കരുണാമയനായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. This is what we can see. Our merciful God has shown us love upon us. കണ്ടോ, ഈ മരം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ളതല്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിച്ചു ആ മരം തന്നെ പോയി മുറിക്കണമെന്ന്. This particular wood, nobody likes it, but God chose this particular wood and informed Moses to cut it and to be used. ഈ ആലയത്തിന്റെ ചുറ്റും അകത്തും ഈ മരം നിറഞ്ഞു നിൽക്കുകയാണ്. The inside and outside, this particular wood is being used. ആലയത്തിന്റെ തൂണുകള് ഈ മരം കൊണ്ട് നിർമ്മിച്ചതാണ്, പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. All the pillars of this tabernacle is made of this wood and covered with gold. അതുപോലെ തന്നെ അകത്തെ ആലയത്തിന്റെ ചുമരായിട്ട് കൊടുത്തിരിക്കുന്ന 48 പലകകളും കതിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. And also there are the pillars of 48 pillars which has been made. This is made up of acacia wood and covered with gold. അപ്പോൾ നമ്മൾ ഈ ആലയത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ മരമുണ്ടെങ്കിലും മരത്തെ കാണുവാൻ പറ്റുന്നില്ല. We can in this tabernacle there is a wood but you cannot see the wood. മരം നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ, വൃക്ഷമായി നിൽക്കുമ്പോൾ ആ വൃക്ഷത്തെ കാണുവാൻ കഴിയുന്നു. അതിനെ മുറിച്ച് അറുത്ത് മിനുസപ്പെടുത്തി ആലയത്തിൽ കൊണ്ടുവന്ന് താമ്രവും പൊന്നും പൊതിഞ്ഞു കഴിയുമ്പോൾ അകത്തിരിക്കുന്ന മരത്തെ പുറത്തു നിൽക്കുന്ന ഒരൊറ്റയാളിനും കാണുവാൻ സാധിക്കുന്നില്ല. അവർക്ക് കാണുവാൻ പറ്റുന്നത് പൊതിഞ്ഞിരിക്കുന്ന പൊന്നിനെയാണ്. When this particular tree is outside, it is a normal wood, but the moment it comes to the tabernacle, there is a wood, but in visibility you can see it is covered with gold. ഇത് തന്നെയാണ് വാസ്തവത്തിൽ പുതിയ നിയമ സഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. And this is what we can also see in the New Testament church. കതിരമരം പോലെ മുള്ളുകളാൽ നിറയപ്പെട്ട ജീവിത അനുഭവത്തിൽ കൂടെ പോയിരുന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം എല്ലാ മുള്ളുകളും എറിച്ചു മാറ്റി ചെത്തി വെടിപ്പാക്കി മിനുസമുള്ള തടിയാക്കി ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ആ മുള്ളിന്റെ അനുഭവങ്ങളോ പഴയ അവസ്ഥകളോ ഒന്നും കാണാത്ത വിധത്തിൽ പുത്തൻ അഭിഷേകവും കൃപാവരങ്ങളും ദൈവം നമ്മുടെ മേൽ പകർന്ന് നമ്മെ നിറച്ചിരിക്കുകയാണ്. And you can see the New Testament church, how the Lord has changed us. In spite we being all of thorny features and characteristic and behavior, God has completely removed it and kept it in New Testament and made as a new creation. ഈ മരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഉപകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 സ്ഥലത്തും ഉണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ സ്ഥലത്ത് കാണുന്ന 2 ഉപകരണങ്ങളാണ്. ഒന്ന് യാഗപീഠം, മറ്റൊന്ന് പിച്ചളത്തൊട്ടി. As I said earlier, in the courtyard, in the outer court, you can see 2 important things. One is the altar and the bronze vessel. ഓക്കെ, അപ്പോൾ ഈ യാഗപീഠം എന്ന് പറയുന്ന ഈ ഉപകരണമാണ് ആലയത്തിൽ ആദ്യ സ്ഥലത്ത് ആദ്യം വെച്ചിരിക്കുന്നത്. And you can see that in the outer court, the first thing what you see is the altar. ഈ യാഗപീഠത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യാഗപീഠം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 7 ഉപകരണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപകരണമാണ്. And out of all these 7 things that you see in the
in the tabernacle, this is the much bigger one. മറ്റെല്ലാ ഉപകരണങ്ങളും ഇതിനകത്ത് എടുത്ത് അഡ്മിറ്റ് ചെയ്യത്തക്ക വിധത്തിൽ അത്രയ്ക്കും വലിപ്പമേറിയ ഒരു ഉപകരണമാണ് യാഗപീഠം. And also this is a much bigger size compared to other things of the tabernacle. ഈ യാഗപീഠത്തിന്റെ നീളവും വീതിയും എല്ലാം തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. And the size of this tabernacle is clearly mentioned in the Bible. യാഗപീഠത്തിന്റെ നീളവും വീതിയും സമചതുരമാണ്. നീളം 5 മുഴം, വീതി 5 മുഴം. The length and breadth of this tabernacle is the same. ഇതിന്റെ ഉയരം 3 മുഴം. And the height of this is 3 feet. ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന യാഗാർപ്പണങ്ങളാണ്. And the use of this particular altar is that every day providing sacrifices. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇതിന്റെ നീളവും വീതിയും സമമാണ്. And you should understand the length, width, height is same. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ 4 വശത്ത് നിന്ന് നോക്കിയാലും ഒരുപോലെ കാണുവാൻ കഴിയും. And you can see the speciality of this the altar is at all these 4 sides it looks same. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 4 വശം ഒരുപോലെ കാണുന്നത് പോലെയാണ് പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുപോലെ വരച്ചു കാട്ടിയിരിക്കുന്നത്. And similarly in New Testament the 4 Gospels you can see how the Lord Jesus also been shown exactly the same way. അതുപോലെ തന്നെ ഈ യാഗപീഠത്തിന് 4 കൊമ്പുകളുണ്ട്. And we also have the horns on the corner of this altar. ഈ 4 കൊമ്പ് 4 ദിക്കിലേക്ക് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. And these horns are towards the 4 directions. ഈ 4 കൊമ്പും 4 ദിക്കിലേക്ക് തല ഉയർത്തി നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് 4 ദിക്കിൽ ആരൊക്കെ പാർത്താലും ആ 4 ദിക്കിൽ പാർക്കുന്നവർക്കും ഈ യാഗപീഠത്തിന്റെ അരികത്ത് വന്നാൽ അവർക്ക് വിടുതലുണ്ട്, അവർക്ക് രക്ഷയുണ്ട്. What this particular horn signifies in 4 direction, that signifies as all the people who are living in north, east, south, west has the access to the altar. അതുപോലെ ഞാൻ തൊട്ട് മുമ്പിൽ പറഞ്ഞല്ലോ, ഏറ്റവും വലിപ്പം കൂടിയ ഉപകരണമെന്ന്. വാസ്തവത്തിൽ ഈ ഏറ്റവും വലിപ്പം കൂടിയ ഉപകരണമായ യാഗപീഠത്തിലാണ് നിരന്തരം യാഗങ്ങൾ നടക്കുന്നത്. And as I mentioned this is one of the biggest thing which you can see in the tabernacle. This is where the sacrifice takes place. അപ്പോൾ ഇവിടെ ഈ യാഗങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വലിപ്പമേറിയ ഈ യാഗപീഠം മറ്റൊരു വസ്തുത വിളിച്ചു പറയുന്നു. അത് മറ്റൊന്നുമല്ല, യാഗപീഠത്തിന്റെ അരികത്ത് വന്ന് യാഗങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ആ യാഗരക്തത്തിൽ കൂടെയുള്ള പാപമോചനം ലഭിക്കുന്നത്. So we can see the moment the person comes to this particular altar, the person who is sacrificing it, for him there's a redemption. ഇത്രയും വലിപ്പമുള്ള യാഗപീഠത്തിൽ ഓരോ ദിവസവും യാഗങ്ങളും ബലികളും നടക്കുന്നത് മുഖാന്തരം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിന് പരിഹാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. So as we know, every day all the sins committed by the Israelis, they are actually redeemed by going through this particular sacrifice. ഈ യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. And this also is a shadow, or the altar is a shadow of our Lord Jesus Christ. ഈ യാഗപീഠത്തിൽ 2 വസ്തുക്കളാണ് ചേർത്ത് പണിതിരിക്കുന്നത്. അതിൽ ഒന്ന് മരമാണ്. The main important component used for this altar is the wood. ആ മരം എന്ന് പറയുന്നത് കതിരമരമാണ്. And this particular wood is acacia wood. ഈ കതിരമരം കൊണ്ട് പണിത ഈ മനോഹരമായ വലിപ്പം കൂടിയ യാഗപീഠത്തെ താമ്രം കൊണ്ട് അകവും പുറവും ഒരുപോലെ പൊതിഞ്ഞിരിക്കുകയാണ്. And this particular altar, which is made up of wood, covered inside outside with bronze sheet. വാസ്തവത്തിൽ യാഗപീഠത്തിൽ മരവും മെറ്റൽ അല്ലെങ്കിൽ ലോകവും കാണുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും
യേശുക്രിസ്തുവിന്റെ ദൈവത്വവും. And you can see, since there are two materials made up of this altar, and you can see how wood as well as metal is there, it signifies that Jesus also, that he is a God as well as he is a human. അപ്പോൾ മരം യേശുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. Wood shows the nature of God Jesus as a human. ഓക്കെ, ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. Humanity of Christ, yeah. എന്നാൽ അതിന്റെ താമ്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഡിവൈനിറ്റി അഥവാ ദൈവത്വത്തെ കാണിക്കുന്നു. And the bronze metal shows that Jesus divinity of God. അപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മനുഷ്യത്വവും ദൈവത്വമാണ് നിഴലിച്ചിരിക്കുന്നത് ഈ യാഗപീഠത്തിൽ. And this particular altar shows that in Jesus we have humanity as well as divinity. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അവിടുന്ന് തീർത്തും മനുഷ്യനാണ്, അപ്പോൾ തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവുമാണ്. Jesus Christ is a human as well as he is a God. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, പൂർണ്ണ മനുഷ്യൻ, അതായത് പെർഫെക്റ്റ് മാൻ, പൂർണ്ണ ദൈവം, പെർഫെക്റ്റ് ഗാഡ് എന്നാണ്. And also in Gospels we can read Jesus is a perfect man and a perfect God. യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വം പൂർണ്ണ ദൈവത്വമാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. And also it shows a perfect man and a perfect God. ഈ യാഗപീഠത്തിന്റെ അരികത്ത് വരുന്ന വ്യക്തിക്ക് യാഗങ്ങൾ അർപ്പിക്കുന്നത് മുഖാന്തരം പാപപരിഹാരം കിട്ടുന്നു. And when a person comes and sacrifices altar, he is redeemed from his sins. അതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികത്ത് വരുന്ന വ്യക്തി ആരായാലും ആ വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമ അഥവാ പാപമോചനം ലഭിക്കുന്നു. So similarly, when whoever comes to the Lord Jesus Christ, he also is redeemed out of his sin. ഈ യാഗപീഠത്തെ കുറിച്ച് പഠിക്കുമ്പോൾ When we learn about this altar, ഈ യാഗപീഠം വലിപ്പമേറിയ ഒരു ഉപകരണമായിരുന്നു. and as I mentioned earlier, it is the biggest thing that you can see in the tabernacle. മറ്റൊരു പ്രത്യേകത, ഇത് ഒന്നാമത് വെക്കപ്പെട്ടിരുന്ന ഒരു ഉപകരണമായിരുന്നു. And this was one of the first thing that you will see in the tabernacle. ഒരു മനുഷ്യൻ സമാഗമന കൂടാരത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. And the moment a person enters the tabernacle, the first thing what he see is the altar. യാഗപീഠത്തെ കാണുമ്പോൾ അവന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ ഏത് പാപത്തിനും പരിഹാരം വരുത്തുവാൻ പറ്റിയ യാഗാർപ്പണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ പ്രാകാരം എന്ന്. So the moment when a person enters the tabernacle, he gets a realization that there is a redemption of sin the moment he see the altar. ഈ യാഗപീഠം ഒന്നാമത് വെക്കപ്പെട്ടിരുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം നടക്കേണ്ടത് അവന്റെ പാപത്തിന് പരിഹാരമാണ്. As we can see, there's a first altar we see in the tabernacle. Similarly in our life, the first thing that should happen in our life is the redemption of sin. ഒരു പാപിക്ക് ആദ്യം ആവശ്യം പാപമോചനമാണ്. As a sinner, the first thing that he needs is a redemption of sin. നമ്മൾ പുതിയ നിയമത്തിൽ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. And also we can see also the moment we read the word of God, it is also explained there. പുതിയ നിയമത്തിൽ ഒന്നാമത് മാനസാന്തരം, അത് കഴിഞ്ഞിട്ടാണ് സ്നാനം. In New Testament, the one is repentance and then baptism. ആദ്യം മാനസാന്തരം, രണ്ടാമത് സ്നാനം, പിന്നെ പരിശുദ്ധന്റെ സ്നാനം, അത് കഴിഞ്ഞിട്ടാണ് വേർപാടും അപ്പോസ്തലിക ഉപദേശങ്ങളും മറ്റു കാര്യാദികളും. As we know in New Testament, the first thing is repentance, second thing comes the baptism, and third things comes the anointing of the Holy Spirit. അപ്പോൾ പഴയ നിയമത്തിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയമായിരുന്ന ഒന്നാമത്തെ ആലയം, അതായത് സമാഗമന കൂടാരം, അതിനകത്ത് കയറുമ്പോഴും ഒരു മനുഷ്യൻ ആദ്യം കാണുവാൻ സാധിക്കുന്നത് യാഗപീഠവും അവിടെ നടക്കുന്ന യാഗാർപ്പണങ്ങളുമാണ്. And similarly in Old Testament we can see that the moment he enters the tabernacle, the first thing what he see is the altar and the redemption of sin. ഇത് ഏക യാഗപീഠമായിരുന്നു, ഏക യാഗപീഠം, ഒരൊറ്റ യാഗപീഠമായിരുന്നു. And this was the only one sacrificing altar. ഈ യാഗപീഠം അല്ലാതെ വേറെ ഇസ്രായേൽ മക്കൾക്ക് മറ്റൊരു യാഗപീഠം ഉപയോഗിക്കുവാൻ വ്യവസ്ഥയില്ല.
Other than this, there is no provision to use other altars. അതുപോലെ തന്നെ നമ്മൾ ഈ യാഗപീഠത്തിന്റെ ഉയരം നേരത്തെ ചിന്തിച്ചു 3 മുഴം ഉയരമെന്ന്. As we know, as we discussed earlier, we saw that height of this particular altar is 3 feet. ഈ 3 മുഴം ഉയരം ഉള്ള സ്ഥിതിക്ക് വാസ്തവത്തിൽ ന്യായമായി ചിന്തിച്ചാൽ ഒരു ചവിട്ടുപടി അതിന് ആവശ്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഒരു കാരണത്താലും ആ യാഗപീഠത്തിന്റെ മുമ്പിൽ ഒരു ചവിട്ടുപടി വയ്ക്കുവാൻ പാടില്ല. When we understand the height of this particular tabernacle, normally we assume that there should be a step to reach the altar, but Heavenly Father mentioned there should not be a step to reach the altar. അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ കൊടുത്തിരിക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ്. The scholars of the Bible explains like this way. രക്ഷ എന്ന് പറയുന്നത് പടിപടിയായിട്ട് പ്രാപിക്കുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കരസ്ഥമാക്കുന്ന രക്ഷ ഒരിക്കലായിട്ടാണ്. The salvation is not a step-by-step process, but it is a one-time process. Praise the Lord. Amen. Hallelujah. അപ്പോൾ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ നേടിയ രക്ഷ എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടല്ല, പടിപടിയായിട്ടല്ല, ഒരിക്കലായിട്ടാണ്. So similarly, when we receive the salvation of Lord Jesus Christ, it is not a step-by-step process, but rather it is a one-time process. എന്നാൽ രക്ഷയ്ക്ക് 3 പടികളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. But in salvation we have 3 steps. എന്നാൽ രക്ഷിക്കപ്പെടുന്നത് ഒരിക്കലായിട്ടാണ്. But to receive the salvation, it's one time. രക്ഷയുടെ 3 പടികൾ എന്ന് പറയുന്നത് അത് അതിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. Depending upon the steps of the salvation, it depending upon the seasons. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷയുടെ ഭൂതകാലം, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് രക്ഷയുടെ വർത്തമാനകാലം, മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് രക്ഷയുടെ ഭാവികാലം. ഇങ്ങനെ 3 കാലങ്ങളായി 3 പടികളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. So 3 steps that we can see about salvation: the past period, present period, as well as the future period. ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്: പാസ്റ്റ് ടെൻസ് സാൽവേഷൻ എന്നും പ്രസന്റ് ടെൻസ് സാൽവേഷൻ എന്നും ഫ്യൂച്ചർ ടെൻസ് സാൽവേഷൻ എന്നും. അതായത് രക്ഷയുടെ 3 കാലങ്ങളാണ്. So there are 3 seasons. One is past tense salvation, present tense salvation, and future tense salvation. അപ്പോൾ ഇതാണ് രക്ഷയുടെ 3 പടികൾ. And these are the 3 steps of salvation. എന്നാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ഒരിക്കലായിട്ടാണ്, പടിപടിയായിട്ടല്ല. But a person gets into salvation one time. It is not a step by step. ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി ജീവിതത്തിൽ കർത്താവിന്റെ വരവ് വരെ ചവിട്ടേണ്ട 3 പടികളാണ് രക്ഷയുടെ ഭൂതകാലവും രക്ഷയുടെ വർത്തമാനകാലവും രക്ഷയുടെ ഭാവികാലവും. But once he gets saved, it is important that he has to have 3 steps. One is past salvation, present salvation, and future salvation. അതിനാണ് രക്ഷയുടെ 3 കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. That's also it's called as 3 seasons. അത് നമ്മൾ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ്. This is how we understand through the word of God. രക്ഷയുടെ ഭൂതകാലം എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. So the past salvation, past salvation means that redemption of our sin. രക്ഷയുടെ നമ്മുടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. Escape from the punishment. Escape from the punishment. അങ്ങനെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടിക്കഴിഞ്ഞാൽ രണ്ടാമത് ചവിട്ടേണ്ട സ്റ്റെപ്പാണ് വർത്തമാനകാല രക്ഷ. So once we are escaped from the punishment of a sin, the second step is the present salvation. ഈ പ്രസന്റ് സാൽവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം തീർത്തും പൈശാചിക ശക്തിയാൽ ലോകമെമ്പാടും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. So as we know, the present salvation and the present situation, we are in a place where it is completely covered with the principalities of darkness. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടം രക്ഷിക്കപ്പെട്ട നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിശാച് എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ദൈവം ഏത് വിധേനയും രക്ഷിക്കപ്പെട്ടവനെ അവിടെ നിന്ന് അകറ്റിക്കളയുവാനുള്ള പല കുതന്ത്രങ്ങൾ മെനയുകയാണ്. So the God of this age, at this present salvation, he will try his level best to distract us from the salvation.
അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ സഹായത്തിന് തന്നിരിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ. So at this present age, when we are in the salvation, so in order to help us to be stay in the salvation, God has provided His Holy Spirit. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഏത് പൈശാചിക പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ എതിരേറ്റാലും അതിനെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് കഴിയും. So God's a God of this age, that is, devil will try his best to distract you from the salvation. Through the help of the Holy Spirit, we can overcome it. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒരു കാരണത്താലും ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. So that is the reason, all the children of God, we should be aware that the helper who God has given us, that's the Holy Spirit. We should not quench him or we should not grieve him. അപ്പോൾ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. So first step is escaping deliverance from the punishment of sin. രണ്ടാമത്തെ പടി സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. So second step is the escape from the power of the sin. ഓക്കെ, പാപത്തിന്റെ ശക്തി, പവർ ഓഫ് സിൻ, ഇതാണ് ഇന്ന് ദൈവജനത്തെ ആകമാനം അലട്ടിക്കൊണ്ടിരിക്കുന്നത്. This is what the most of the children of God are struggling with. പക്ഷെ ഇവിടെ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല, And we do not want to be troubled here. ഭയപ്പെടേണ്ടതില്ല, Do not be too feared. നിരാശപ്പെടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. Do not get disappointed here. കാരണം Because ഈ ലോകത്തിന്റെ ദൈവം എന്നറിയപ്പെടുന്ന പിശാചിന്റെ സകല ശക്തിയെയും കീഴ്പ്പെടുത്തി അതിന്റെ മേൽ ജയം കൊള്ളുവാൻ പര്യാപ്തമായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് സ്വർഗം നമ്മിൽ ഓരോരുത്തരുടെ മേലും ധാരാളമായി പകർന്നിരിക്കുന്നത്. because God has provided the power of the Holy Spirit so that we can suppress all the powers of this God of this age. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഥവാ ദൈവശക്തിയാൽ അനുദിനവും പാപത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ദൈവകൃപ നൽകും. So gradually, as we overcome this every day by suppressing all the sins with the power of the Holy Spirit, we gradually move to the third step. ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് രക്ഷയുടെ ഭാവികാലം അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് സാൽവേഷൻ. The third step is the future tense salvation. ആ ഭാവികാല രക്ഷ അല്ലെങ്കിൽ രക്ഷയുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാല് വെക്കണമെങ്കിൽ മറ്റൊരു സംഭവം നടക്കണം. So if you want to keep the third step of the salvation, something should happen before that. ആ നടക്കേണ്ട സംഭവമാണ് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും രാവകൽ വ്യത്യാസം കൂടാതെ ഇങ്ങനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. So that is why in this situation, all the saints of God are watching over it. ആ സംഭവത്തിന്റെ പേരാണ് കർത്താവിന്റെ പുനരാഗമനം അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. And all these saints who are crossed the second step are watching for the coming of the Lord. കർത്താവിന്റെ വരവെങ്കിലാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നറിയപ്പെടുന്ന രക്ഷയുടെ ഭാവി കാലത്തിൽ കാലുവെക്കുന്നത്. So this is how we are stepping to the third step when we know that coming of the Lord. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. So for that it is named that it's a redemption from the sin. Presence of the sin. സാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമുള്ള വിടുതലാണ്. So it is a completely deliverance of from the sin. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എത്രയും വേഗത്തിൽ മടങ്ങി വരണം. And if that should happen, our Lord Jesus Christ should return. വാസ്തവത്തിൽ നമ്മൾ അതിനു വേണ്ടിയാണ് ഓരോ ദിവസം കാത്തിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നതും. And that is why we are also being watchful and we are also waiting for his coming. അതാണ് പുതിയ നിയമസഭയുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്. This is only the hope that the New Testament church is having. അപ്പോൾ യാഗപീഠത്തിൽ കൂടെ പാപമോചനം, പാപത്തിന് പരിഹാരം
ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണ മുഖാന്തരം യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ആത്മരക്ഷ കിട്ടുന്നു. So similarly, how the Old Testament Israelis, how they had redemption over their sin via this altar, a New Testament church has got also redemption through the sacrifice of our Lord Jesus Christ on the cross. സമാഗമന കൂടാരത്തിലെ യാഗപീഠം ഏറ്റവും വലിപ്പമുള്ള ഉപകരണം നമ്മൾ ചിന്തിച്ചല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ കിട്ടുന്ന രക്ഷ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ളത്. So as we heard that the altar has got as is the biggest thing in a tabernacle, similarly a greatest thing and a biggest thing in a New Testament church is the salvation of our Lord Jesus Christ. ഇവിടെ രക്ഷയുടെ വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ നീളവും വീതിയും അല്ല. അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ്. ഇത്ര വലിയ രക്ഷ. Apostle Paul is telling that great salvation, if we miss it, how pity will be. ആ രക്ഷയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. And understanding the power of the salvation, here it is Paul is telling this particular statement. ഈ യാഗപീഠത്തിന്റെ അരികത്ത് വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പാപമോചനം, അതുപോലെ തന്നെ നീതീകരണം, സമാധാനം, ശുദ്ധീകരണം, ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികത്ത് വരുന്നവർക്കും ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നു. As when a person comes to the altar, he is purified, he is cleansed, he is redeemed. Similarly, a person coming to the Jesus Christ also, he will have the same experience. ഇനി ഈ യാഗപീഠത്തിന് സപ്പോർട്ടായിട്ട് 5 സബ് ഉപകരണങ്ങൾ കൂടെ ഉണ്ട്. In order to support this particular altar, there are 5 more supporting things considering this particular altar. നമുക്ക് 5 ആ സപ്പോർട്ടീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സബ് ഉപകരണങ്ങൾ കൂടെ ഒന്ന് ചിന്തിച്ചു പോകാം. We also let's focus on those 5 things supporting this altar. അതിൽ ഒന്നാമത്തെ ആ സബ് ഉപകരണത്തിന്റെ പേര് മലയാളത്തിൽ ചട്ടികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചട്ടികൾ അഥവാ പാൻസ്. The supporting to this particular altar things are, one is the pan. രണ്ടാമത്തെ ഉപകരണത്തിന്റെ പേര് ചട്ടുകം അഥവാ തവി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ഷോവൽസ് എന്നാണ് പറയുന്നത്. The next thing is the shovels. മൂന്നാമത്തെ ഉപകരണത്തിന്റെ പേര് കിണ്ണങ്ങൾ എന്നാണ്. അതിന് കൊടുത്തിരിക്കുന്ന ആംഗലേയ പദം, ഇംഗ്ലീഷ് വേർഡ് ബേസൻസ് എന്നാണ്. The third thing is the basins. നാലാമത്തെ ഉപകരണത്തിന്റെ പേര് തീക്കലശങ്ങൾ അഥവാ ഫയർ പാൻസ് ആണ്. And the fourth is the fire pans. അഞ്ചാമത്തെ ഉപകരണത്തിന്റെ പേര് മുൾകൊളുത്തുകൾ അല്ലെങ്കിൽ ഫ്ലഷ് ഹൂക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. And the fifth one is the flesh hooks. ഓരോ ഉപകരണത്തിനും ഓരോ ഉപയോഗമാണ് നമ്മൾ തിരുവെഴുത്തിൽ കൂടെ കാണുന്നത്. We can see unique usage of these 5 things. ഈ ചട്ടികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യാഗപീഠത്തിൽ നടക്കുന്ന യാഗാനന്തരം അവിടെ കൂടുന്ന ആ ചാരം കോരി എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചട്ടികൾ ഉപയോഗിക്കുന്നത്. These pans are used to collect the ashes. വാസ്തവത്തിൽ ഒരു ഇസ്രായേലിയൻ യാഗവസ്തുവുമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവന്ന യാഗവസ്തുവിനെ യാഗമർപ്പിച്ചു, അത് കംപ്ലീറ്റ് വെന്ത് വെണ്ണീറായി തീർന്നു, ദൈവം പ്രസാദിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ആ യാഗത്തിന് ശേഷം ആ ചട്ടിയിൽ വാരിയെടുക്കുന്ന ചാരമാണ്. In the Old Testament, if a person is convinced that God is pleased, it is all depends upon the amount of ashes he collects in this pan. ഈ ചാരം കാണുമ്പോൾ യാഗമർപ്പിക്കുവാൻ യാഗവസ്തുവുമായി വന്ന മനുഷ്യന് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം അവൻ കൊണ്ടുവന്ന യാഗമൃഗത്തെ പുരോഹിതൻ യാഗമർപ്പിച്ചു, സ്വർഗത്തിലെ ദൈവം അതിൽ പ്രസാദിച്ചു, യാഗം കൃത്യമായി നടന്നു എന്നതിന്റെ തെളിവാണ് ആ ചട്ടിയിൽ കാണുന്ന ചാരം. When a person who's coming to for the sacrifice, when he sees the ash and he is very happy to see that so many ashes in the pan, and he is very much happy that the priest
who sacrificed this particular animal, and also the God pleased. അതുപോലെ ഈ ചട്ടിയിൽ ഈ ചാരം ശേഖരിക്കുന്നതിന് കോരിയെടുക്കുന്ന ഒരു തവിയാണ് നമ്മൾ രണ്ടാമത് കേട്ടിരിക്കുന്ന ചട്ടകം അല്ലെങ്കിൽ തവി എന്ന് പറയുന്നത്. And the ഷോവൽസ്. second thing, in order to remove these ashes, we use shovels. മൂന്നാമത്തെ സാധനമാണ് കിണ്ണങ്ങൾ, And ബേസൻസ്. third thing is called the censers or fire pans. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് യാഗമർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന ആ യാഗമൃഗത്തിന്റെ രക്തം ശേഖരിക്കുവാൻ വേണ്ടിയാണ്. And the use of this particular thing is to collect the blood. വാസ്തവത്തിൽ പുരോഹിതൻ അവിടെ യാഗത്തിന് കൊണ്ടുവരുന്ന യാഗമൃഗത്തെ കൊല്ലുന്നതിനെ തുടർന്ന് ഈ കിണ്ണത്തിൽ ആ രക്തം ശേഖരിക്കുന്നു. In this basin, that priest will collect the blood. ഈ ശേഖരിക്കുന്ന രക്തം നേരെ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ കൊണ്ടുപോയി പുരട്ടുകയും ശേഷമുള്ളത് യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുകയും ചെയ്യുന്നു. And this particular blood he sprinkle over the on the altar, and rest of the blood he just pours it side of the altar. ഇനി അടുത്ത നാലാമതായി നമ്മൾ കാണുന്ന സബ് ഉപകരണം തീ കലശങ്ങളാണ്. തീ കലശം, ഫയർ പാൻസ്. The fourth thing is the fire pans. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. There is one important thing that you have to be aware of. തീ കലശത്തിന് വളരെ പ്രാധാന്യമുണ്ട്. There's a very much importance for these fire pans. അതുപോലെ തന്നെ തീക്കും വളരെ പ്രാധാന്യമുണ്ട്. And and fire also has an equal importance. വിശുദ്ധ വേദപുസ്തകത്തിൽ തീയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് വിധത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. When we hear from the word of God, there are two distinguished importance of the fire. ഒന്ന്, തീ എന്ന് പറയുന്നത് ന്യായവിധിയെ കാണിക്കുന്നു. Fire signifies the judgment. മറ്റൊരു വിഷയം, തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. And fire also shows the Holy Spirit. ഇനി യാഗപീഠത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ കാണുന്ന തീ എന്ന് പറയുന്നത് തീർത്തും പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ തീയാണ്, അശുദ്ധമായ തീയല്ല, അന്യാഗ്നിയല്ല. When we come to the church, we can see this particular fire is the fire of the Holy Spirit, and it is not a judgmental fire. ഓക്കെ, ഇവിടെ നമ്മൾ ഈ തീ കലശങ്ങൾ ദൈവം പ്രത്യേകിച്ച് അവർക്ക് കൽപ്പിച്ചു കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട രഹസ്യം, സമാഗമന കൂടാരം മരുഭൂമിയിൽ സ്ഥായിയായിട്ട് എന്നെന്നും ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമല്ല. So as we know why the fire pans is provided in desert, this tabernacle do not have a permanent place. It is a temporary place. ഇസ്രായേൽ മക്കൾ 40 കൊല്ലത്തെ മരുഭൂമി പ്രയാണമാണ് നടത്തിയത്. As we know, Israel had 40 years of journey. ഈ 40 കൊല്ലത്തെ ഇടവേളയിൽ 42-ലധികം പ്രാവശ്യം ആലയം മാറ്റി മാറ്റി അടിച്ചു. And as we know that more than 40 times this has been replaced from one place to the another place. അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവം അവർക്ക് പ്രത്യേകിച്ച് കൽപ്പന കൊടുത്തു. And the God of heaven gave a very important commandment. ആലയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ When you shift the tabernacle, അഗ്നി സാക്ഷാൽ ആ തീ കലശത്തിൽ കെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. so this particular fire should be carried from one place to another place without burning it off. അവർ ഈ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തുള്ള തീ അവർക്ക് ഉപയോഗിക്കുവാൻ അനുവാദമില്ല. When we go from one place to another place, it is not allowed to use fire from that place. കാരണം ഇത് ദൈവിക അഗ്നിയാണ്, അല്ലെങ്കിൽ ഉയരത്തിലെ അഗ്നിയാണ്. And this is a fire from above. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. And this shows the Holy Spirit. അപ്പൊ ഈ തീയെ മാറ്റി വെച്ചിട്ട് ലോകപ്രകാരമുള്ള ഒരു തീ അല്ലെങ്കിൽ അഗ്നി ഉപയോഗിക്കുവാൻ ദൈവം വ്യവസ്ഥ കൊടുത്തിട്ടില്ല. And it is not being provided to use any other fire other than this fire. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ when we go through the word of God, ദൈവം വളരെ കർശനമായ വ്യവസ്ഥ കൊടുത്തിരുന്നു.
And ഈ തീ തന്നെ നിങ്ങൾ ആലയത്തിൽ ഉപയോഗിക്കണം, വേറൊരു അഗ്നി നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. it has been instructed that this fire should be used and you should not use any other fire. ഇനി ഏതെങ്കിലും കാരണത്താൽ അന്യാഗ്നി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ വരും. If any other profane fire is used, there is an immediate judgment from the Lord. ഇവർ 42 പ്രാവശ്യം ആലയം മാറ്റി മാറ്റി സ്ഥാപിച്ചപ്പോഴും ഓരോ സ്ഥലത്ത് ചെന്നതിനൊത്തവണ്ണം അവിടുത്തെ തീ അവർ ഉപയോഗിച്ചില്ല. So when they displaced this particular tabernacle for 42 times, they never used the fire from the local place. കാരണം ദേവാലയം പണിത് ആദ്യമായിട്ട് യാഗം അർപ്പിച്ചപ്പോൾ അന്നവിടെ ഇറങ്ങി വന്നത് ഉയരത്തിലെ തീയാണ്. Because when they dedicated the tabernacle, that fire came down from heaven. ആ തീ തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിത അവസാനം വരെയും ആലയത്തിൽ ഉപയോഗിക്കണം. And the same fire should be used till the end. Amen. ആ അഗ്നിക്ക് പകരം മറ്റൊരു അഗ്നി ഉപയോഗിക്കുവാൻ പാടില്ല. We should not use any other fire than the fire that we received from above. ഇതിൽ നിന്ന് നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. There is one important message that Lord wants to teach us here. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന സാക്ഷാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ, the power from above of the Holy Spirit which we have received, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കണം. Till our end of our life we have to secure it. നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയേക്കാൾ അപ്പുറം മറ്റേതെങ്കിലും ഒരു അഗ്നിയെ കുറിച്ച് ആരെങ്കിലും പരിചയപ്പെടുത്തിയാൽ നമ്മൾ അങ്ങോട്ട് ചെവി കൊടുക്കരുത്. If anyone tells you about any other fire, you should not get distracted with them. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മറവിൽ ലോകമെമ്പാടും അനേക സ്ഥലങ്ങളില് അന്യാഗ്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്. In spite of in the name of Holy Spirit, there are so many profane fires being seen and visible in this world. ആ അന്യാഗ്നിയുമായി ബന്ധപ്പെട്ട് ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനം തകർന്ന് നശിച്ചു പോകും. And if you are led by that profane fire, our life will be end in destruction. അതുകൊണ്ട് കർത്താവ് അവർക്ക് കർശനമായ വ്യവസ്ഥ കൊടുത്തു. So that's why Lord has strictly commanded them. ആലയം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലത്തിനും സാഹചര്യത്തിനും പറ്റിയ രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പാടില്ല. ഇവിടെ ഏതവസ്ഥയിൽ ദൈവത്തെ ആരാധിച്ചോ യാഗമർപ്പിച്ചോ ഇവിടെ ഉപയോഗിച്ച അതേ തീ തന്നെയാണ് അടുത്ത സ്ഥലത്ത് പോകുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉപയോഗിക്കേണ്ടത്. When a tabernacle is displaced from one place, shifted from one place to another place, how the tabernacle is being all the things that was handled in the earlier place, the same thing should be handled also in the second place where the tabernacle was shifted. ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥയെ ലംഘിച്ച രണ്ട് ഉപദേശമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. As we know that there are two priests which disobeyed the Lord's commandment. ആ രണ്ട് ഉപദേശമാരെന്ന് അറിയപ്പെടുന്നത് അഹരോന്റെ പുത്രന്മാരാണ്. And as we know that the priests who disobeyed are the sons of Aaron. അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ അവർ സ്വന്തം തീയിട്ട് ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിക്കാത്ത കാര്യം അവർ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ വന്ന് വീണു. As we know that Aaron's sons Nadab and Abihu, when they offered a profane fire, the judgment of the Lord came on spot. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഈ സംഭവം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. In Leviticus chapter 10, 1 and 2, it is clearly mentioned about that incident. അവിടെ ആ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. This is how we read it. Leviticus chapter 10. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു, അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി എന്നാണ്. രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ മതി ഇംഗ്ലീഷിൽ. Then Nadab and Abihu, the sons of Aaron, each took his censer and put fire in it,
put incense on it and offered profane fire before the Lord, which he had not commanded them. So fire went out from the Lord and devoured them, and they died before the Lord. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, So my dear children of God, one thing we have to focus. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ വസ്തുത. So the first important thing is that the Holy Spirit fire which the Lord has given us should not go off. ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുക. So it is a responsibility that that fire of the Holy Spirit should not be put off. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകത്തിന് വിപരീതമായി ദേശത്തോ അന്യനാട്ടിലോ അന്യ പട്ടണത്തിലോ മറ്റാരെങ്കിലും അന്യാഗ്നി കത്തിച്ചാൽ അത് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അതിൽ ഇടപെടരുത്. അതിലിടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നത്തേതിൽ അത് മരണകരമായ ഒരു ശിക്ഷയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് നാം നമ്മെ സൂക്ഷിക്കണം. So similarly, if you are going to another place and if you see any other profane fires or anything that is against the Lord, we should avoid it. ഇവിടെ വാസ്തവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ളതാണ്. As we can understand here, there is no partiality with our God. കാരണം അഹരോന്റെ 2 പുത്രന്മാരാണ് അവർ ദേവാലയത്തിൽ അന്യാഗ്നി കൊണ്ടുപോയത്. As we can see here, the 2 sons of Aaron offered a profane fire before the Lord. അഹരോൻ പ്രധാന പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. And as we know, Aaron is a high priest. ഇസ്രായേലിന്റെ ഒന്നാമത്തെ മഹാപുരോഹിതനാണ്. And also he is the first high priest of Israel. ഇനി അദ്ദേഹത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. And also his sons are also a priest. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്ററും അവരുടെ മക്കൾ ലോക്കൽ പാസ്റ്റേഴ്സും. As per today's terminology, center pastor and also a local pastors. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ സെൻട്രൽ പാസ്റ്റർ എന്നോ ലോക്കൽ പാസ്റ്റർ എന്നോ മൂത്ത വിശ്വാസിയെന്നോ ഇളയ വിശ്വാസിയെന്നോ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. It's important that in the presence of the Lord, it doesn't make any sense is a high priest, center pastor or a local pastor, or is an old believer or a new believer. In the presence of the house, everybody is same. അപ്പോൾ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വമാണ്. So it is a responsibility of the priest so that the fire should not be turned off. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. And also very much clearly described in the Bible. ലെവിറ്റിക്കസ് 6-ാം അധ്യായം chapter 6 verse 13. Leviticus chapter 6 verse 13. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. A fire shall always be burning on the altar, it shall never go out. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's so clearly described by the Holy Spirit. തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ഡ്യൂട്ടി അല്ല, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി പ്രാപിച്ച നമ്മുടെ ഉത്തരവാദിത്വമാണ് കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത്. It is not the responsibility of the Lord, but it's a responsibility of us, so that it shall never go out. അതാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. That's what the Apostle Paul is clearly mentioned in his epistles. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. quench not the Holy Spirit എന്നാണ്. It's clearly mentioned that do not quench the Holy Spirit. ഓക്കെ, സ്വർഗത്തിൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാകുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ കെട്ടുപോകാതെ കർത്താവിന്റെ വരവ് വരെയും സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. So may the Lord God give us grace so that the anointing of the Holy Spirit that we have received, let it not go out till his coming. അപ്പോൾ ഈ തീ കലശങ്ങൾ ഉപയോഗിച്ചു വന്നത് ഈ തീ കെട്ടുപോകാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. So the censers which was used is used to carry a fire from one place to another place. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ
ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ, ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ when we ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതിനെ ഒരു കാരണത്താലും കെടാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് നിത്യതയിൽ കാണാൻ സാധിക്കും. So the fire pans which God has given us, we should make sure that when we move from place to place, this fire should be retained with us and make sure that this will not go out. ഓരോ സ്ഥലത്തിനും കൾച്ചറിനും വ്യത്യാസമുണ്ട്, ഓരോ പട്ടണത്തിനും വ്യത്യാസമുണ്ട്, As we അവിടുത്തെ know, കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്, ഓരോ രാജ്യത്തിനും വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും സ്ഥലങ്ങൾക്കും കൾച്ചറിനും വ്യത്യാസമുള്ളപ്പോൾ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് വ്യത്യാസമില്ല. പരിശുദ്ധാത്മാവ് സെയിം ആണ്. as we know that when we move from place to place, there is all the cities or places have its own culture, but our Holy Spirit never changes. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈവെള്ളയിൽ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ചൈനയിലും ലോകത്ത് എവിടെ പോയാലും ഈ പ്രമാണത്തിന് മാറ്റമില്ല. ഈ പ്രമാണം സെയിം ആണ്. So wherever you go, the word of God which you are holding right now, it may be China or it may be Europe, it may be anywhere, it is the same. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. So there is no change in the word of God. പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. Holy Spirit, there is no change. ദൈവത്തിന് മാറ്റമില്ല. God does not change. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല. And his promises also will not change. അത് തലമുറ 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 കഴിയും തോറും അതിന് മാറ്റമില്ല. അത് സെയിം ആയിരിക്കുന്നു. And even if the generations are passed, it will remain same. ഇനി അഞ്ചാമത്തെ സബ് ഉപകരണം, യാഗപീഠത്തിന്റെ അഞ്ചാമത്തെ സബ് ഉപകരണമാണ് മുൾക്കൊളുത്തുകൾ അഥവാ ഫ്ലഷ് ഹൂക്സ് എന്ന് പറയും. The fifth component which is used near the altar is the flesh hooks. ഇതിന് മറ്റൊരു പേര് മലയാളത്തിൽ പറയുന്നുണ്ട്, മുപ്പല്ലി എന്നാണ്. മുപ്പല്ലി. Yeah, it's in English in flesh hooks. കാരണം ഇതിന് 3 പല്ലുകൾ, കുത്തിപ്പിടിക്കേണ്ട 3 പല്ലുകൾ ഇതിനകത്തുണ്ട്. So it has 3 horns in that, hooks in that. ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്, The importance of this particular thing is, യാഗപീഠത്തിൽ യാഗം നടക്കുന്ന സന്ദർഭം, when a sacrifice is going on near the altar, വാസ്തവത്തിൽ യാഗത്തിന് വേണ്ടി ജനം കൊണ്ടുവരുന്നത് ആട്ടുകൊറ്റന്മാരെ, കാളക്കിടാക്കളെ, ഇങ്ങനെയുള്ള അനുവദിക്കപ്പെട്ട മൃഗങ്ങളെയാണ്. So there are certain animals like calf, goat that people bring for the sacrifice. യാഗപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന യാഗമൃഗത്തെ പുരോഹിതൻ പരിശോധിച്ചിട്ട് അത് യാഗത്തിന് പര്യാപ്തമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ യാഗമർപ്പിക്കും. So once a priest examine these sacrifices, then this will be taken to the altar. ആദ്യമായിട്ട് ആ മൃഗത്തെ യാഗപീഠത്തിന്റെ കൊമ്പിൽ കെട്ടുന്നു. Before it is been sacrificed, it will be tied on to the altar. പിന്നെ ആ യാഗമൃഗത്തെ അവർ അവിടെ വെച്ച് അറുക്കുന്നു, അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നു. And after that they will kill this particular animal. അതിന്റെ രക്തം കിണ്ണത്തിലെടുക്കുന്നു. And they will take this the blood in the basin. എന്നിട്ട് അതിന്റെ തൊലി കംപ്ലീറ്റ് ഉരിച്ചു മാറ്റുന്നു. And they will strip out the skin of this animal. എന്നിട്ട് ഈ മൃഗത്തിന്റെ മാംസ തുണ്ടുകളെ, അല്ലെങ്കിൽ ഈ മൃഗത്തെ ഓരോ കഷണങ്ങളായി, കണ്ണങ്ങളായി മുറിച്ചു മാറ്റുന്നു. And they will also cut this particular animal flesh equally. അതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് അതിന്റെ മാംസ തുണ്ടുകൾ ഖണ്ണമായി മുറിച്ച് വൃത്തിയാക്കി യാഗപീഠത്തിൽ വാരി അടുക്കി വെക്കുകയാണ്. And they will remove all the entrails of this particular animal, and they arrange the flesh on the altar. എന്നിട്ട് പുരോഹിതന്മാർ ഇതിനെ യാഗം അർപ്പിക്കുന്നു. And after that they offer sacrifice. ഈ കത്തി പടർന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഈ മാംസത്തുണ്ടുകൾ ഓരോന്നോരോന്നായി കത്തി വെന്ത് ചാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. So when they offer the sacrifice, this flesh will burn off and will be turned into ashes. വാസ്തവത്തിൽ ഇവിടെ കത്തുന്ന അഗ്നി എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുമ്പിൽ ചിന്തിച്ച സാക്ഷാൽ ദൈവിക അഗ്നിയാണ്, അന്യാഗ്നി അല്ല.
And the fire that is burning over here, it is a fire from above, and it is not a profane fire. ഈ തീയുടെ ചൂടും അപ്പൊ തന്നെ ചൂടോടുള്ള ബന്ധത്തിൽ ഇത് കത്തി അമരുമ്പോൾ മുകളിലിരിക്കുന്ന കണ്ണങ്ങൾ പീസുകൾ കൊണ്ട് ചലിക്കുവാൻ തുടങ്ങും. When it burns, when the flesh is burning, this particular flesh will start shaking. അങ്ങനെ കൊണ്ട് ചലിക്കുമ്പോൾ ചില പീസുകൾ മറിഞ്ഞ് ഏതെങ്കിലും ഒരു കോണിലോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. So there are situations when it shakes, it may move towards a corner of the altar. അങ്ങനെ ഓരോ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത് കണ്ണിൽ എണ്ണ ഇട്ടതുപോലെ പുരോഹിതന്മാർ നോക്കി നിൽക്കും. So but the priest, they'll be watching very closely this particular the flesh sacrifice of this particular animal. കാരണം ഈ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുവാനുള്ള കാരണം തന്നെ ശക്തിയേറിയ തീ കത്തുന്നത് കൊണ്ട് ആ തീയുടെ ചൂട് കൊണ്ട് ഓരോ കഷ്ണങ്ങൾ വെന്ത് ഉരുകുമ്പോൾ പാപഭേദം വരികയാണ്. So when this particular flesh is burning, when it starts moving because of the fire, and also it also signifies that it is a redemption of the sin is happening. ഇങ്ങനെ ഏതെങ്കിലും പീസ് ചലിച്ച് മാറി എങ്ങോട്ടെങ്കിലും തെന്നി മാറി കിടന്നാൽ ആ പീസ് ഈ യാഗത്തിൽ കംപ്ലീറ്റ് വെന്ത് വെണ്ണീറാകാതെ മാംസത്തുണ്ടായിട്ട് അവശേഷിക്കും. So if it is not being moved towards the fire, this particular flesh will be stays apart from the altar. അതുകൊണ്ട് ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത്. And there are two wrong things which happens over there. എന്തെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വിഷയം, യാഗം അർപ്പിക്കുമ്പോൾ യാഗവസ്തു മുഴുവനും വെന്ത് വെണ്ണീറാകണം. See, according to the commandment, the sacrifice should be completely burnt. അങ്ങനെ മുഴുവനും വെന്ത് വെണ്ണീറായാലേ ദൈവപ്രസാദം ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തുള്ളൂ. So it's believed that until when this particular flesh is completely burnt, then the God will be pleased. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ പീസ് അവിടെ നിന്ന് ഉരുണ്ട് മാറി എങ്ങോട്ടെങ്കിലും തെന്നി വീണ് കിടന്നാൽ അത് പുരോഹിതന്മാരുടെ കണ്ണിൽ പെടാതിരുന്നാൽ ആ മാംസത്തുണ്ട് അവിടെ കിടന്ന മണിക്കൂറുകൾ കഴിയും തോറും അത് ചീഞ്ഞ് അഴുകുവാനും ദുർഗന്ധം വമിക്കുവാനിടയായി തീരും. And if this particular flesh, if it's not burned and it stays apart, if it's slipped out of the altar, it will, as the days pass, this particular flesh will gets rotten, and also a foul smell will come out of it. ദൈവാലയത്തിൽ ഒരു കാരണത്താൽ അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല. So in the tabernacle, it is not allowed to have like this a bad smell. അതുകൊണ്ടാണ് പുരോഹിതന്മാര് ഈ മുൾക്കുളത്ത് എന്ന് പറയുന്ന മുപ്പലിയും പിടിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. So that's why these priests are holding these flesh hooks and are surrounded around the altar. ഏതെങ്കിലും പീസ് ഇങ്ങനെ ഞെളിഞ്ഞ് പുളഞ്ഞ് വരുന്നത് കാണുമ്പോൾ ഈ മുപ്പല്ലി കൊണ്ട് ഒരു കുത്തി നേരെ അകത്തേക്ക് ചൂണ്ടി വയ്ക്കും. So the moment the priest observes that there is one flesh is slipped out of the altar, they take this particular flesh hooks and move that particular flesh into the altar. അത് പുരോഹിതന്റെ ജോലിയാണ്. ആ മുപ്പല്ലി കൊണ്ട് ഇളകി മറിഞ്ഞു വരുന്ന മാംസത്തുണ്ടുകളെ കുത്തി അകത്തോട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളത് പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ്. And it is a responsibility of a priest to move this flesh which is being slipped out to the fire. ഇതാണ് മിക്കവാറും ലോക്കൽ സഭകളില് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വിശ്വാസികള് ദൈവദാസന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ അവർ പുറത്തിറങ്ങി പറയും, ഇന്ന് പാസ്റ്റർ എനിക്കിട്ട് കുത്തി പ്രസംഗിച്ചെന്ന്. വാസ്തവത്തിൽ അങ്ങനെ അല്ല. ദൈവദാസൻ ദൈവിക ദൂത് ദൈവാത്മാവിന്റെ നിറവിൽ അത് അല്പം പോലും കലർപ്പില്ലാതെ പറയുമ്പോൾ അത് ചിലർക്ക് കുത്തുകൊള്ളുന്നതാണ്. So normally that's why in everyday church, whenever a pastor delivers a message, if a particular message strikes somebody, and if it is being pricked by that particular message, when they come outside of the church, they talk against the pastor because that particular message has pricked a particular person. അതുകൊണ്ട് ഒരു കാരണത്താലും കർത്തൃദാസന്മാരുടെ സന്ദേശം കേൾക്കുമ്പോൾ കുത്തുകൊണ്ടാൽ നമ്മളത് കുത്തിപ്രസംഗമെന്ന് പറയാതെ മറിച്ച്
ആ മാംസത്തുണ്ട് കുത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവാത്മാവ് നൽകുന്ന ആലോചനകൾ കേൾക്കുമ്പോൾ ആലോചനയുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ സൗരഭ്യവാസനയുള്ള ഒരു യാഗമായി തീരും. Amen. So when a pastor delivers a message, and if that particular message pricks you, so it's important that we have to surrender to that particular message, and the moment you surrender yourself as a sacrifice to the Lord, it will be a well-pleasing aroma to the Lord. ഇനി അവശേഷിക്കുന്ന ചില മിനിറ്റുകൾക്കുള്ളിൽ ആ യാഗപീഠത്തിലുള്ള കൊമ്പിനെ കൂടെ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. And since we have very few minutes left with us, so I would like to introduce and talk about the horns of the altar. യാഗപീഠത്തിന് 4 കൊമ്പുകളാണ് തല ഉയർത്തി നിൽക്കുന്നത്. And we know that there are 4 horns over the altar. വേദപുസ്തകത്തിൽ കൊമ്പെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് യാഗപീഠത്തിലെ കൊമ്പുകളെ കുറിച്ച് പറയുമ്പോൾ 4 പ്രധാന വസ്തുതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. According to the word of God, there are a few significant things that we have to know about these horns. ഇവിടെ ഒന്നാമതായിട്ട് യാഗവസ്തു കൊല്ലപ്പെടുന്ന അവസരത്തിൽ മരണഭീതി കൊണ്ട് അല്ലെങ്കിൽ ഭ്രമം കാണിച്ച് അവിടെ നിന്ന് ഓടിക്കളയാതിരിക്കേണ്ടതിന് ഈ യാഗപീഠത്തിന്റെ കൊമ്പിനോട് ചേർത്ത് യാഗമൃഗത്തെ കെട്ടുന്നു. So when because of the fear of death or fear of while killing an animal, in order to hold that animal, this animal is being tied to this particular horn while killing. അതുകൊണ്ട് ആ കൊമ്പോട് ചേർന്ന് യാഗമൃഗത്തെ കെട്ടുന്നത് കൊണ്ട് ഒന്ന് സുരക്ഷിതം ഉണ്ടാകുന്ന മൃഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നില്ല. So it is important that this particular horn will protect that particular animal to skip off that particular from the altar. സങ്കീർത്തനം 118:27 അത് വ്യക്തമായി പറയുന്നുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗമൃഗത്തെ കെട്ടുക എന്ന്. In Psalms 118 verse 23, it is written, 27, it is written, God is the Lord and he has given us light, bind the sacrifice with cords to the horns of the altar. രണ്ടാമത് വേദപുസ്തകത്തിൽ കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ശക്തിയെ അല്ലെങ്കിൽ പ്രതാപത്തെ കാണിക്കുന്നു, ശക്തിയെ കാണിക്കുന്നു. It also shows the strength. നമുക്കറിയാമല്ലോ, ഒരു മൃഗത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിന്റെ കൊമ്പിലാണ്. As we know, the strength of a particular animal is in its horns. ഒരു കാട്ടുപോത്തിനെ വന്യമൃഗം ആക്രമിക്കുവാൻ വരുമ്പോൾ അത് അതിനെ ചെറുക്കുന്നത് അതിന്റെ കാലുകൾ കൊണ്ടല്ല, അതിന്റെ കൊമ്പ് കൊണ്ടാണ്. When a yak is attacked by a particular animal, it defends it with an horn. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. The horns shows the strength. യാഗപീഠത്തിന്റെ കൊമ്പെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷണ്യത്തെ അല്ലെങ്കിൽ രക്ഷ ചെയ്ത് കാണിക്കുകയാണ്. And also it shows with along the Lord Jesus Christ the salvation. സങ്കീർത്തനം 75:10, ലൂക്കോസ് 1:71. In Psalm 75 verse 10, we can see, all the horns of the wicked I will also cut off, but the horns of the righteous shall be exalted. അതോടുകൂടെ ലൂക്കോസിന്റെ സുവിശേഷം 1:71. And Luke chapter 1 verse 71. ഈ കൊമ്പുകൾ 4 ഭൂമിയുടെ 4 ദിക്കിലോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നോർത്ത് എന്നോ ഈസ്റ്റ് എന്നോ വെസ്റ്റ് എന്നോ സൗത്ത് എന്നോ വ്യത്യാസം കൂടാതെ, അല്ലെങ്കിൽ കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ എന്ന് വ്യത്യാസം കൂടാതെ ഏത് ദിക്കിൽ പാർക്കുന്നവരായിരുന്നാലും അവർക്ക് നേരെ ഈ കൊമ്പിൽ വന്ന് ആശ്രയിക്കുവാൻ കഴിയും. And also in Luke 1 chapter 1 verse 71, we can see that we should be saved from our enemies and from the hand of all who hate us. All the 4 direction also we can see that people can turn to the altar. അതുപോലെ മൂന്നാമത് ഈ കൊമ്പ് ഒരു അഭയസ്ഥാനത്തെ കാണിക്കുകയാണ്. It also shows a place of refuge. Correct. മരണഭീതിയിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടവർ ഈ കൊമ്പിന്റെ അഭയം തേടിയാൽ മാത്രം മതി. So who are surrendered to the particular death, they come under this refuge, under this horn. നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 50 മുതലുള്ള വേദവാക്യത്തിൽ അത് വ്യക്തമാക്കി വെച്ചിരിക്കുന്നു.
It is also mentioned clearly in 1 Kings chapter 1, വേഴ്സസ് 50 to 53. verse 50 to 53. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ വ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. And they also clearly mentioned that what has been defined over there. ഒരു മനുഷ്യൻ മരണഭീതിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഓടിച്ചെന്ന് അഭയം തേടുവാനുള്ള സ്ഥലമാണ് ഈ യാഗപീഠത്തിലെ കൊമ്പ്. When a person is being committed to a death sentence, he runs towards this particular refuge. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ മനുഷ്യനെ അവന്റെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നതാണ് യാഗപീഠത്തിലെ കൊമ്പ്. So in order to save this particular person from a death sentence, it saves. This horn signifies that he saves from his death. അപ്പോൾ യാഗപീഠം എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരം മാത്രമല്ല, മരണത്തിൽ നിന്നുള്ള വിടുതൽ കൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നുണ്ട്. And also it's not only he's saved from sin or redemption from sin, he also been saved from death. ഏറ്റവും ഒടുവിലായി ഈ കൊമ്പിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. And also another significance of this particular horn is also written in Jeremiah chapter 17 verse 1. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു എന്നാണ്. The sin of Judah is written with a pen of iron, with the point of a diamond. It is engraved on the tablet of their heart and on the horns of your altars. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പാപം യാഗപീഠത്തിന്റെ കൊമ്പിൽ എഴുതപ്പെടുന്നു. So when you see the history, when we study the history, the sin is written on the horns. നമുക്കറിയാമല്ലോ, എഴുതി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും, കാണാൻ പറ്റും. എഴുതിയാൽ we know that when we write it, we can read it as well. We can read it. അപ്പോൾ ആ എഴുതിയതിനെ മായ്ക്കണമെങ്കിൽ മറ്റൊരു വസ്തു അവിടെ പര്യാപ്തമായിരിക്കുന്നു. If you want to wipe out that what is written, there should be some other thing to wipe it off. അപ്പോൾ അതുപോലെ ഈ കൊമ്പിൽ നാലാമത് നമ്മൾ കാണുന്നത് പാപം യാഗപീഠത്തിന്റെ കൊമ്പിൽ എഴുതപ്പെടുന്നു. പക്ഷെങ്കിൽ മറ്റൊരു വസ്തുത, ആ പാപം, എഴുതപ്പെടുന്ന പാപം ആ കിണ്ണത്തിൽ എടുക്കുന്ന രക്തം കൊണ്ട് മായ്ച്ചു കളയുന്നു. And the sins which are written on this particular horns, it will be wiped out with the blood which is in the basin. ആ രക്തം ആ കൊമ്പിൽ പുരട്ടുമ്പോൾ ആ പാപം കംപ്ലീറ്റ് മായുന്നു. When the blood is applied on the basin, the sin is completely wiped out. പിന്നെ ആ പാപത്തെ അവിടെ കാണാൻ പറ്റുന്നില്ല. And we cannot see that sin over there. ഇത് തന്നെയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ യാഗമരണം മുഖാന്തരം നമുക്ക് വേണ്ടി ചെയ്തത്. And this is what the Lord Heavenly Father did with the sacrificing of his son. He redeemed us from our sin. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ താൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. And that's why we read in first John chapter 1 verse 7. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു The എന്നാണ്. blood of Jesus Christ, his son, cleanses us from all sin. Amen. ഓൾ സിൻ, സകല പാപം പോക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മോചിക്കപ്പെടാത്ത ഒരു പാപവും ഭൂമിയിലില്ല. There is no sin that cannot be cleansed from our Lord Jesus Christ. ഇവിടെ യാഗപീഠത്തിൽ ഓരോ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുവാൻ ഓരോ മൃഗവും കൊല്ലപ്പെടണമായിരുന്നു. So for every individual sin of a person, an animal needs to be sacrificed in this altar. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, but when we learn about the blood of our Lord Jesus Christ, യേശുവിന്റെ രക്തം സകല മനുഷ്യവർഗത്തിന്റെയും എല്ലാ പാപത്തിനും പൂർണ്ണമായി പരിഹാരം വരുത്തുവാൻ പര്യാപ്തമായ രക്തമായിരുന്നു. Amen. But the Lord Jesus, the blood of our Lord Jesus Christ was able to cleanse us from all sin of all humanity.
അതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന്. That's why the word of Lord says, if your sin is like a crimson red, I will turn into a snow white. ഇന്ന് രാത്രി നമ്മൾ ഇതുവരെയും ചിന്തിച്ച വചനത്തിന്റെ മുൻപിൽ All that we meditated with the word of God, ഇതുവരെയും ജീവിതത്തിൽ പാപമോചനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ പാപത്തിന് മോചനം പൂർണ്ണമായി വരുത്തുവാൻ പര്യാപ്തമായ ഒരൊറ്റ വസ്തുവേ ലോക ചരിത്രത്തിലുള്ളൂ. ആ വസ്തുവിന്റെ പേരാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പരിപാവന രക്തം. So if anybody is listening to me, if he has not experienced the salvation or redemption of sin, I would like to encourage you. That's the blood of our Lord Jesus Christ. It is the only blood that can cleanse us from all our sins. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം ലഭിച്ചാൽ അടുത്ത റാങ്കിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നു. നീതീകരണം, നീതിമാന്മാരാക്കി ദൈവം നമ്മെ തീർക്കുന്നു. So once we are cleansed with the blood of Jesus Christ, next is that we are going to go for the into the needhigaranam, Justification, righteous. Yeah. We become righteous. Okay. അങ്ങനെ നീതിമാന്മാരായി നീതീകരണം ലഭിച്ചവരായി തീരുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നു. So when we are justified, we also can experience the Peace with God. peace with God. Yeah. Okay. അങ്ങനെ ദൈവത്തോട് സമാധാനം ഉള്ള ദൈവമക്കൾക്ക് ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. So those who are with the peace with God, those people have hope of God. ആ പ്രത്യാശയുള്ളവർ അനുദിനവും ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം. And those who have hope in God, they have their life to proceed further with righteousness. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. Because our God's coming is near. നമ്മുടെ കർത്താവ് മുഴു ലോകത്തിന് വേണ്ടി ഒരു പരമയാഗമായി തീർന്നതുപോലെ ആ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്താൽ ലോകമെമ്പാടുമുള്ള സകല പാപികൾക്കും പാപമോചനം ലഭിക്കേണ്ടതിന് ക്രിസ്തു ഒരിക്കലായി ചിന്തിയ രക്തം സകലർക്കും പാപത്തിന് പരിഹാരമായി തീരട്ടെ. ഇന്ന് രാത്രി നമ്മൾ കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിലും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നതിനും ഇത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. So I pray that the word that we heard and that we meditated now, as we heard that Jesus Christ and the blood of Jesus Christ can only redeem, and this redemption be experienced with all the humans, I want to remind you everybody that Jesus is the one who cleanses us from all our sins. കർത്താവ് നമുക്ക് നൽകുന്ന നാളുകൾ അത്രയും നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും അനേകരെ യേശുവിലേക്ക് നേടുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. So I pray that may God give us grace so that we may live for Lord Jesus Christ, and we also may many know Jesus Christ through us. ഇന്നത്തെ എന്റെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. And I thank everyone who joined this particular class, and I greet them in the name of our Lord Jesus Christ. തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് ശാന്തമായി പഠിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. And may the Lord also give us more grace and opportunity to go little deeper in the next coming classes. എന്റെ ഈ ക്ലാസ് വളരെ മനോഹരമായ രീതിയിൽ പരിഭാഷപ്പെടുത്തിയ പ്രിയ ബ്രദറിനോട് എന്റെ പ്രത്യേക വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്.